ദുബായിലെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നലെ ഹോട്ടലിൽ എത്തി എന്ന് പറഞ്ഞല്ലോ, ഹോട്ടൽ റൂമും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, അതെനിക്കറിയാം. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ എന്തായാലും എടുക്കാട്ടോ. ഇപ്പൊ ആകെ അലമ്പായിട്ട് എടുക്കാണ്. അപ്പൊ നമ്മൾ പോയിട്ട് വരുമ്പോഴേക്കും അവർ വീണ്ടും ക്ലീൻ ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ ഞാൻ ഫുള്ളും റെഡി ആക്കിയിട്ട് കാണിച്ച് തരാം. പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹോട്ടലിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ അത് കഴിക്കാനാണ് ആദ്യം പോകുന്നത്. ഞാൻ വിചാരിച്ചു കുടിച്ച് റെഡി ആയിട്ടൊക്കെ പോവാം എന്നുള്ളത്, പക്ഷെ അതിനുള്ള സമയം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. 10:30 വരെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഭയങ്കര ടയേർഡായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ ജസ്റ്റ് ബ്രഷ് ചെയ്ത് നമ്മൾ ഇനി മോളിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തി. കാലക്കം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലക്കം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഞാൻ ആകെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ എന്തായാലും ഇവിടെ 1 വീക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി മാറ്റി പരീക്ഷിക്കാം. എനിക്ക് ഉൾഭാഗം കാണിച്ചു തരണമെന്നുണ്ട്. അപ്പോൾ അവിടെ നിറച്ച ആൾക്കാർ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാട്ടോ. അപ്പം ഇൻഡോറും ഔട്ട്ഡോറും നമുക്ക് ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ഔട്ട്ഡോറാണ് ഇരിക്കുന്നത്. ഒരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ. എന്താ പറയാ, ദുബായിലാണ് ശരിക്കും നമുക്ക് ഇത്രയധികം ലക്ഷറി കിട്ടണ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെർക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണേ. പക്ഷേ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ജോലിക്ക് പോകുമ്പോഴും അവിടെ മെർക്കുറി എന്ന് പറഞ്ഞിട്ടുള്ള മെർക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ തന്നെയാണ് അവിടെ നമ്മൾ നിൽക്കാറ്. പക്ഷെ ഇത്ര ലക്ഷറി ഒന്നും അവിടെ കിട്ടാറില്ല. പക്ഷേ ഇത് നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഹോട്ടലിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ള മാത്രം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തായാലും ഈ ഒരു വ്ളോഗിൽ ഫുൾ ഹോട്ടൽ കാണിക്കുന്നില്ല. വേറൊന്നല്ല, നമ്മൾ ലാസ്റ്റത്തെ ദിവസം ഫുൾ റെസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ എന്തായിരുന്നു അതിന് കാരണം എന്നുള്ളതൊക്കെ ഞാൻ ആ വ്ളോഗിൽ പറയാം കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾക്ക് നേരെ മുകളിൽ പോയി ഡ്രസ്സൊക്കെ മാറി അവിച്ചേട്ടനെ കാത്തു നിൽക്കണം. കാരണം അവിച്ചേട്ടനാണ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഗൈഡ് കേട്ടോ. അപ്പോൾ ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് 1 വീക്ക് ലീവ് എടുത്തിട്ടുണ്ട് നമ്മൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട്. സോ ആളാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മളിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഡെസ്റ്റിനേഷൻ പിടിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒന്ന് ഫ്യൂച്ചർ മ്യൂസിയവും അതേപോലെ ബുർജ് ഖലീഫയുടെ ടോപ്പ് എന്നുള്ള വ്യൂവും കാണാം എന്നാണ് വിചാരിച്ചേക്കണം കേട്ടോ. അപ്പൊ നമ്മളെ കൊണ്ടുവരാനായിട്ട് ഇതാ മാത്തിന് അവിച്ചേട്ടനെ എത്തിയിട്ടുണ്ട്. മാത്തുന്നല്ല സ്കൂളിൽ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ അവിടെ സ്കൂളിൽ പോയിട്ടില്ല ചേട്ടന്ന്. അപ്പം നമ്മള് അവിച്ചേട്ടനൊപ്പം ഇന്ന് പോകാനായിട്ട് പോകണത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഇന്ന് പോകാനായിട്ട് പോകുന്നത് ഫസ്റ്റ് നമ്മൾക്ക് ഫ്യൂച്ചർ മ്യൂസിയം ആണ് കേട്ടോ. ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോവാതെ നമ്മൾ വന്നത് പ്രമാണിച്ച് അവിച്ചേട്ടനും മാത്രമല്ല മാത്തനും ലീവാണ്. അപ്പൊ ആളൊരു ടാബും പിടിച്ച് ആ കാറിന്റെ പിന്നിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. കങ്കാരു പോലെ എപ്പോഴും ആളുടെ ഒപ്പം ആ ഒരു ടാബ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ എത്തിയ പാടെ കണ്ടത് നമ്മുടെ സ്പൈക്കൂട്ടന്റെ ചേട്ടനോ അനിയനോ വകയിലുള്ള ആരോ ആണ് ഇവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദുബായിൽ എവിടെ ചെന്നാലും തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോയ സമയം സീസൺ ആയ കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിള്ളേരൊക്കെ അത്രയും നേരം ആ ക്യൂവിൽ നിർത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പൈക്കൂട്ടനെ കുറച്ച് നേരം ഇറക്കി വിടും. അത് കുറച്ച് കഴിയുമ്പോൾ അതാ ഒരു പറക്കുന്ന മീനെ കണ്ടോ നിങ്ങൾ, ആളെ കുറച്ച് നേരം ഇങ്ങനെ പറപ്പിക്കും. അങ്ങനെ പിള്ളേരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് അവിടെ നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തില് നമ്മള് ക്യൂ ഒക്കെ ചാടിക്കടന്നത് ആ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇത് അവിടുത്തെ ലിഫ്റ്റാണ് കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഇതിൽ പോകുമ്പോൾ ഒരു റോക്കറ്റിൽ പോകുന്ന ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. കാരണം അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മളോട് എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു, ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് നിങ്ങൾ എത്രയും വേഗത്തിൽ എടുത്തു വെക്കണം എന്നുള്ളത്. കാരണം അത് കഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളത്. സോ ഞങ്ങൾ ആദ്യം എടുത്തതും ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഈ മ്യൂസിയത്തിലെ ഓരോ ഫ്ലോറും ഓരോ തീമിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇത് DNA സാമ്പിൾസ് വെച്ചിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് പക്ഷേ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ല. കാരണം DNA എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പാമ്പ് ചുറ്റി പോലത്തെ ഒരു സ്ട്രക്ചർ അല്ലേ കാണാറ്. പക്ഷേ ഇത് ശരിക്കും ആ ഒരു ജീവിയുടെ സ്ട്രക്ചറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള കൺസെപ്റ്റ് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വെൽനെസ്സിൻ്റെ ഫ്ലോർ ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ നമുക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. മുത്തുണ്ണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഫ്ലോർ തന്നെയാണ്. കണ്ടില്ലേ, ഈ സ്ഥലത്ത് കുറേ നേരം കളിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മിസ്റ്റർ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ തലമുടി ഇങ്ങനെ ഷോക്ക് അടിച്ചോണ്ട് നിൽക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ അതില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. കൈ ഇങ്ങനെ വെക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലായിട്ട് ഇതേപോലെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. സോ നമുക്ക് അവിടെ നിന്നിട്ട് ദുബായ് കാണാം. പിന്നെ അതേപോലെ നല്ല ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഫോട്ടോസും എടുക്കാം. തിരിച്ചിറങ്ങി വരുമ്പോൾ ദുബായിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഒരു ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കുന്നത് എന്നതിന്റെ ചെറിയ ഒരു മോഡൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും.
आपसे साथ बातचीत करके खुशी हो रही है. ചേച്ചി എന്തോ എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് തോടാ ഹിന്ദിയിൽ അറിയുള്ളൂ. എന്നാലും ആള് ഓക്കെ ആണെന്നാ പറഞ്ഞേട്ടാ. ആള് നല്ല സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പൊ നമുക്ക് പോവാല്ലേ. അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ ഒരു റോബോട്ട് ചായ ഉണ്ടാക്കാൻ നിൽക്കുന്നു. അപ്പോൾ അവിടെയും നല്ല ക്യൂ ഉണ്ടായിരുന്നു ചായ വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റോബോട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് കാണുന്നത്. ആൾ നല്ല പ്രൊഫഷണലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും എല്ലാവർക്കും, നമ്മൾ ഈ ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ പോകുന്നത് വെറുത്താണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ മെയിനായിട്ട് കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. നമുക്ക് അത്രമാത്രം അങ്ങോട്ട് വെറുത്ത് ഉണ്ട് എന്നൊന്നും പറയാനായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണുക ചെയ്യാം കേട്ടോ. നമ്മളത് കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറി. കാരണം ഇനി കുറച്ച് നാൾ കൂടി നമുക്ക് ബിരിയാണി കഴിക്കാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് നാളിൻ്റെ സെൻസ് 5 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നെതർലാൻഡ്സിലേക്ക് പോകുമല്ലോ. സോ അപ്പം നമുക്ക് അവിടെ ഇത്ര നല്ല ബിരിയാണി ഒന്നും കിട്ടില്ല. ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവനുമാണ്. സോ മാക്സിമം ഞാൻ ബിരിയാണി അടിച്ച് കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ദുബായ് മെട്രോ പിടിക്കാൻ വേണ്ടി പോവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദുബായ് മെട്രോയിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇനി അടുത്തത് പോകുന്നത് ബുർജ് ഖലീഫയുടെ അടുത്തേക്കാണല്ലോ. സോ അവിടേക്ക് ട്രാഫിക് ഭയങ്കര കൂടുതലായിരിക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മച്ചി നാട്ടിൽ നിന്ന് വന്നേക്കണ കാരണം കൊണ്ട് ഞാനും അമ്മച്ചി മുത്തുണ്ണിയും ഒരുമിച്ചായിട്ടാണ് ടോപ്പിലേക്ക് പോകുന്നത് കേട്ടോ. കാരണം ഇവരെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സോ അവർക്ക് കാണാൻ പോകാനായിട്ട് വലിയ താല്പര്യമില്ല. പിന്നെ അവിടെ പോയിട്ട് വലിയ കാണാനൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. സോ എന്തായാലും ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ അവിടെ പോയി കണ്ടിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് കാലഘട്ടമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ അമ്മച്ചിയും ഉണ്ട്. സോ എല്ലാവരും കൂടി നമ്മൾ ബുർജ് ഖലീഫ കാണാൻ പോവാണ് ഗൈസ്. നമ്മൾ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് 5:30 കേട്ടോ. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ ടൈം സ്ലോട്ട് നോക്കിയിട്ടൊന്നല്ല അവർ കയറ്റണേ. വരുന്നവരെ കയറ്റാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മണിക്ക് 6:30 എടുത്തവരൊക്കെ ഉണ്ട്. അവരൊക്കെ ആദ്യം കയറി പോകുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് 5:30 എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഡേ ടൈമിലും അതിനുശേഷം നൈറ്റ് ടൈമിലും കാണാമല്ലോ. നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഏകദേശം ഒരു എത്ര മണി തൊട്ടിട്ട് 4:30 തൊട്ടിട്ടെങ്ങാണ്ട് നമ്മൾ എടുക്കുമ്പോൾ അത് ഭയങ്കര പ്രൈം ടൈമാണ്. അപ്പം നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. പക്ഷേ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി പ്രൊഫഷണൽ രീതിയിൽ നടത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓരോ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈം സ്ലോട്ടുള്ള ആൾക്കാരെ വേണം അവർ കടത്താൻ വേണ്ടിയിട്ട്. അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. ദുബായിൽ പോയിട്ട് ഏറ്റവും അധികം ക്യൂ നിന്നിട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം നമ്മൾ നിന്നു. ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും വയസ്സായിട്ടുള്ള കുറേ പേര് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഒന്നിരിക്കാനായിട്ടുള്ള ഒരു ചെയർ പോലും അവരിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൂടാതെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട്, അതായത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറി പോവുക എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊരു 2 അമേരിക്കക്കാരൻ അപ്പാപ്പനെയും അമ്മാമ്മേനെയും ഞങ്ങൾ പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് അവർക്കിത് കഴിഞ്ഞിട്ട് വേണം അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അങ്ങനെ കുറേ നേരം അവരോടൊക്കെ ഇങ്ങനെ കത്തിവെച്ച് നിന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന എല്ലാവരും അവസാനമായപ്പോഴേക്കും ഒരു ഫ്രണ്ട്സ് മൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. ഈ 3-3.5 മണിക്കൂർ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പിള്ളേർ കരയുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ബഹളമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ മുകളിൽ കയറി കണ്ടിട്ട് എനിക്ക് ഈ 3 മണിക്കൂർ നിന്നിട്ട് കാണാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സോ ആരും പോകണ്ട എന്ന് ഞാൻ പറയുള്ളൂ. താഴെ നിന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും നല്ല ഭംഗിയിലുള്ള വ്യൂ കാണാനായിട്ട് പറ്റും. ഇനി ഈ വ്യൂ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് ഒരു വിൻഡോ സീറ്റുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങൾ കാണുക. സോ അതിനു വേണ്ടി നിങ്ങൾ സ്പെഷ്യലായിട്ട് 3 മണിക്കൂർ ക്യൂ നിൽക്കണം എന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പറയും. വേണ്ട. കാരണം അതിന് മുകളിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ ആകെ ഇതിനാണോ നമ്മൾ ഇത്ര നേരം നിന്നത് എന്ന് തോന്നി. പിന്നെ ഞങ്ങൾ ഇടയിൽ തിരിച്ചു പോവാം എന്ന് ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഞങ്ങൾ വിചാരിച്ചു അമ്മച്ചിക്ക് ചിലപ്പോൾ ഇനിയൊരു വരവ് വന്നത് കാണാനായിട്ട് പറ്റില്ല. സോ അത് കാരണം കൊണ്ട് ആളെ കാണിക്കാം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിനായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങള് അത് കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു അമ്മച്ചിയെ ഭയങ്കര ഏകദേശം 2 മണിക്കൂറോളം നിന്നിട്ടാണ് ഞങ്ങൾ മുകളിൽ കയറിയത്.
പക്ഷെ മോളിൽ കയറിയിട്ട് അതിന് മാത്രം പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല. അമ്മച്ചി പറയായിരുന്നു തൃശ്ശൂർ നമ്മുടെ പുത്തമ്പള്ളിയുടെ മുകളിലോ അല്ലെങ്കിൽ മിഷൻ ഹോസ്പിറ്റലിന്റെ മുകളിലോ നിന്ന് കാണാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത്. വലിയ വലിയ ഓവർ ഹൈപ്പഡാണ് ഈ സംഭവം. ശരിക്കും നിങ്ങൾക്ക് ടൈമില്ല അല്ലാന്നുണ്ടെങ്കിൽ അത്ര താല്പര്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കാണണ്ട കേട്ടോ, ഒട്ടും കാണണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയുള്ളൂ. പൈസ കൊടുത്ത് നമ്മൾ ഈ ബുദ്ധിമുട്ട് കഴിച്ചിട്ട് കാണാനൊന്നുമില്ല മക്കളെ. എന്തായാലും ഞങ്ങൾ കണ്ടു, എന്നിട്ട് ഞങ്ങൾ പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ മ്യൂസിക് ഫൗണ്ടൈൻ കാണാൻ വേണ്ടി വന്നു കേട്ടോ. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. കാരണം അത്യാവശ്യം നല്ല കാറ്റും എന്താ പറയുക, അങ്ങനെ ഇരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല ഏരിയ ആയിരുന്നു കേട്ടോ. ഇവിടേക്ക് നിങ്ങൾ പോകണം, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അത് കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ നല്ല റിലാക്സ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാവേ. അത്ര നേരം അവിടെ നിന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. ഈ ഒരു ഷോയൊക്കെ കണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ പോകുന്നത് വരുന്നതൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ദുബായിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമായിരുന്നു ഇവിടുത്തെ ചായ കേട്ടോ. എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ചായ. എസ്പെഷ്യലി ഈ ഹോട്ടൽ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ 2 ചായയാണ് കുടിച്ചത്. അത്ര നല്ല ചായയായിരുന്നു കേട്ടോ. മപ്പയും മമ്മിയൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ചായ ഭയങ്കര അടിപൊളിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ ഞങ്ങളിങ്ങനെ പുച്ഛിച്ച് തള്ളുമായിരുന്നു, ചായ അല്ലേ എന്തോരം ഉണ്ടാവും എന്നുള്ളതൊക്കെ. പക്ഷെ അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് ഈ വട്ടം എനിക്ക് ഞണ്ട് കറി കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് സങ്കടം ഞാൻ ഇവിടെ വെച്ച് തീർത്തു. അപ്പൊ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.